കുത്തനെയുള്ള പാറക്കെട്ടുകളും ചെരുവുകളും താണ്ടിയാണ് ജാതിമത ലിംഗ പ്രായഭേദമന്യേ ആയിരങ്ങൾ പൈങ്കുനി നാളിൽ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ മണിക്കുന്ന് കയറിയത്. പുലർച്ചെ 4 മണി മുതൽ മലകയറ്റം ആരംഭിച്ചിരുന്നു. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നും കുടുംബസമേതമാണ് മല കയറാൻ വിശ്വാസികളെത്തിയത്. 1 മണിക്കൂർ 45 മിനിറ്റാണ് മല കയറാൻ എടുക്കുന്ന സമയം. കോട്ടയിൽ ഭാഗത്തു നിന്നും തൃക്കൈപ്പറ്റ ഭാഗത്തു നിന്നും കയറുന്ന സംഘങ്ങൾ മലമുകളിൽ സ്വയംഭൂ വിഗ്രഹത്തിന് സമീപം സംഗമിച്ചു. 1500 വർഷത്തിലേറെ പഴക്കമുള്ള മനുവിൻ്റെ സ്വയംഭൂ വിഗ്രഹം ദർശിക്കാൻ എല്ലാ വർഷവും മലയാള കലണ്ടറിലെ മീനമാസത്തിലെ ഉത്രം നാളിലാണ് വിശ്വാസികൾ മല കയറുന്നത്. ഋഷിപ്രമുഖനായ മനു ഈ മലനിരകളിൽ തപസ്സിരുന്ന മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് ഐതിഹ്യം. വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗക്കാരായ പണിയർ, കുറുമ, കുറിച്യർ, കാട്ടുനായ്ക്കർ, തച്ചുനാടൻ മൂപ്പന്മാർ, ചെട്ടി സമുദായം എന്നിവരും മല കയറാനെത്തിയിരുന്നു. മണിക്കുന്ന് മലകയറ്റത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് മഹോത്സവം നടക്കുന്നത്. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.